നമുക്കിന്നൊരു ഡീടോക്സ് വാട്ടറിൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. രാവിലെ എഴുന്നേറ്റ് നല്ല കടുപ്പത്തിൽ നല്ല മധുരത്തിൽ ഒരു കാപ്പി കുടിച്ചില്ലെങ്കിൽ അന്നത്തെ ദിവസം ശരിയാവില്ല എന്ന് തോന്നുന്ന എൻ്റെ വൃത്തിയുടെ തോന്നൽ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ് ഈ ഡീടോക്സ് വാട്ടർ. എന്താണെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബീട്രൂട്ട്, നെല്ലിക്ക, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസ്, അതുപോലെ തന്നെ ക്യാരറ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിൽ ചെറുനാരങ്ങ ഒഴികെ ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അത് അരഞ്ഞിട്ടാണ് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിൽ വെച്ച് അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കുക. ഈ ജ്യൂസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. കുറച്ചധികം ദിവസമായിട്ട് ഇൻസ്റ്റയിലും യൂട്യൂബിലും എല്ലാം കാണുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ ഈ ഒരു ഡീടോക്സ് ഡ്രിങ്ക്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഉപയോഗിച്ചവർ നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഞാനോർത്ത് നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ ഹെയറിനും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിൽ ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായാലും മോശമാവില്ല എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് ഞാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ജ്യൂസ് ഞാൻ ഇതുപോലുള്ള ഒരു ഐസ് ബോക്സിലാട്ടോ സ്റ്റോർ ചെയ്ത് വെക്കണത്. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് അതിൽ നിന്ന് ഓരോ ഐസ് ക്യൂബ്സ് വെച്ച് എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇതുപോലെ ജ്യൂസ് ഒഴിച്ചതിന് ശേഷം ഐസ് ബോക്സ് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രീസ് ചെയ്തെടുക്കാം. എന്നിട്ട് എല്ലാ ദിവസവും രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് ഇതിൽ നിന്ന് ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഐസ് ക്യൂബ് നന്നായിട്ട് ഡിസോൾവ് ആയി കഴിയുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കുടിക്കണം. അപ്പം ഞാൻ എന്തായാലും ഇന്ന് മുതൽ ഈ ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ റെസിപ്പി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ റെസിപ്പീസ് ഫോളോ ചെയ്യുക. ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് മാറ്റാം. ഇപ്പോൾ അതിൽ നെല്ലിക്ക അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് വ്യത്യാസം വരുത്താം. അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അതിൽ വ്യത്യാസങ്ങൾ വരുത്താം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കുടിക്കാനൊക്കെ നല്ല രസമാട്ടോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല സുഖമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോവും. എന്തായാലും രാവിലെ കാപ്പി കുടിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമത്തിലാണ് ഞാൻ വെള്ളം നിന്ന് കുടിക്കുന്നത്. വലിയ വികാരമൊന്നും ഇല്ലാത്ത വെള്ളമാണ് രാവിലെ ഞാൻ കുടിച്ചത് കേട്ടോ. അപ്പോൾ എന്തായാലും വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. ബൈ.